BMW ആ ഡ്രിഫ്റ്റില്ലേ, ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും ഇൻസ്റ്റാ ഫീഡിൽ പടക്കി ഭരിക്കുന്നത് ആ BMW ഡ്രിഫ്റ്റ് വീഡിയോ ആണ്. ഞാനും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് റോ വീഡിയോ ആയിരുന്നു. ഈ ഷോ നടക്കുമ്പോൾ ഞാനും അവിടെയുണ്ട്, ഞാനത് നേരിട്ട് കണ്ടിരുന്നു. ഈ ഷോ നേരിട്ട് കാണുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റോ വീഡിയോ ആ രൂപത്തിൽ കാണുന്നതായിക്കോട്ടെ, നമ്മളെ ഉള്ളിലൊരു ഫയർ വരും. ലൈക്ക് എന്താ പറയുക, നമുക്ക് ഈ സാധനം സ്വന്തമാക്കണം, ലൈക്ക് നമുക്കും ഡ്രിഫ്റ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് സ്വന്തമാക്കണം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ സ്വന്തമാക്കണം എന്നുള്ളൊരു മൈൻഡ് വരും. ബട്ട് നിങ്ങൾ ഈ എഡിറ്റഡ് വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു ഫയറില്ല, ലൈക്ക് എന്താ പറയുക, ഒരു ഗൂസ് ബംസ്, നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ, അത് മാറും. ഞാൻ പറയുന്നത് വെച്ചാൽ, ഓഫ് കോഴ്സ് അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഐ മീൻ ആ റീൽ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്കില്ലുണ്ട്, ഐഡിയാസ് ഉണ്ട്. എൻ്റെ ഒന്നും മൈൻഡിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഹാറ്റ്സ് ഓഫ് അവർക്ക്. എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എന്താ പറയുക, നമുക്കതൊന്ന് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലേക്ക് നേരിട്ട് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ റോ വീഡിയോ കാണണം. നമുക്ക് എന്താ പറയുക, ആ ഒരു സാധനം കിട്ടണം, വാങ്ങാനുള്ള. റീല് കാണുമ്പോൾ മേ ബി കിട്ടുമായിരിക്കും, നമുക്ക് എഡിറ്റഡ് വീഡിയോ കാണുമ്പോൾ കിട്ടുമായിരിക്കും. സോ റിച്ച് ഡാഡ് പറഞ്ഞതുപോലെ, ഒരു വലിയ വിലയുള്ള കാറ് കണ്ടാൽ ആ കാറിൻ്റെ വില എന്താണെന്ന് അന്വേഷിച്ചില്ല, ആ പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിക്കും.